ഹായ്. ഹലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ബേസിക് ചക്രയെക്കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബേസിക് ചക്രയുടെ മുകളിലൊരു വൈറ്റൽ എനർജി സെൻ്റർ ഉണ്ട്. അപ്പോൾ പൊതുവെ മറ്റുള്ള പാരമ്പര്യങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ പാരമ്പര്യങ്ങളിൽ 11 മേജർ ചക്രകളിൽ ഒന്നാണ് മെയിൻ ചക്ര. അത് ഈ പൊക്കിളിൻ്റെ പുറകു ഭാഗത്തായിട്ട് കിഡ്നിയുടെ മധ്യഭാഗത്തായിട്ട് താഴെയായിട്ട് നിൽക്കുന്നു. പൊക്കിളിന് നേരെ പുറകിലായിട്ട്. മെയിൻ എന്ന അതിന് വാക്കിനർത്ഥം തന്നെ അത് പമ്പിങ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഭൂമിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തെടുക്കുന്ന ഭൗമ പ്രാണനെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും സ്കെലറ്റൽ സിസ്റ്റത്തിലേക്കും മസ്കുലർ സിസ്റ്റത്തിലേക്കും ബ്ലഡിലേക്കൊക്കെ ഊർജത്തെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ മെയിൻ ചക്രയുടെ ദൗത്യം. അത് വളരെ അത്ഭുതകരമായിട്ട് തന്നെ അത് പ്രവർത്തിക്കും. അത് കൂടുതലായിട്ട് ഓവർ ആക്ടിവേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചാലോ നമുക്ക് ഹൈപ്പർ ടെൻഷൻ, ഹൈ ബി പി ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാണ്. പിന്നെ അതിന് എല്ലാ ഊർജങ്ങളെയും എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യുക എന്നുള്ളതാണെങ്കിൽ പോലും കൂടുതലായിട്ട് അത് ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ പാരാനോർമൽ എബിലിറ്റീസ് ഡെവലപ്പ് ആവും. പാരാനോർമൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഹിസ്റ്റീരിയ ബാധിക്കുക, അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് വയലൻ്റായി അവരെ നമ്മൾ 10 പേര് ശക്തന്മാർ പിടിച്ചാലും കിട്ടാത്ത രീതിയിൽ അവർ കൊതറി പോകുന്നത് കാണാം. ആ പാരാനോർമൽ പവർ ഭയപ്പെട്ടിട്ട് അങ്ങനെ വരാം, ചിലപ്പോൾ ഒരു അസുഖങ്ങൾ കൊണ്ടുവരാം, ചില നേരം ഇത് ദേഷ്യം കൊണ്ട് അങ്ങനെ വരാം. ആ നേരത്ത് നമ്മിൽ അമാനുഷികമായൊരു ശക്തി ഉണർത്തുന്ന ഭാഗമാണ് മെയിൻ ചക്ര. അത് എനർജൈസ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അത് ശരിയായ പരിശീലനം ഉണ്ടെങ്കിലാണ് അതിനെ ക്ലീനിങ് ചെയ്ത് എനർജൈസ് ചെയ്യേണ്ടത്. മാത്രമല്ല നമുക്ക് ചില സമയത്ത് നമ്മൾ സാധാരണ എത്ര സ്പീഡിൽ ഓടിയാലും അതിൻ്റെ ഒരു സ്പീഡിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും, മാക്സിമം സ്പീഡിൽ ഓടുമ്പോൾ. പക്ഷെ നമ്മളൊരു നായ കടിക്കാൻ പാഞ്ഞു വരുമ്പോൾ നമ്മൾ ആ സമയത്ത് ഓടുന്ന ഓട്ടം നമ്മൾ സാധാരണ ഓടുന്നതിനേക്കാളും വളരെ സ്പീഡിലായിരിക്കുന്നത് കാണാം. എത്ര സമയം ചില ആളുകൾ ഞാൻ ഈ മതിലെടുത്ത് ചാടി എങ്ങനെ ചാടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല, നായ കടിക്കാൻ വന്നപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയുന്നത് കേൾക്കാം. പക്ഷേ അത് സഹായിക്കുന്നത് ഒരു അബ്നോർമൽ പവർ, ഒരു പാരാനോർമൽ ശക്തി നമുക്ക് തരുന്നത് മെയിൻ ചക്രയാണ്. ആ നേരത്ത് ഭയപ്പെട്ടിട്ടും അത് ഓവർ ആക്ടിവേറ്റഡ് ആവും. രക്ഷപ്പെടാനുള്ളതോ അല്ലെങ്കിൽ അത് അതിജീവനത്തിൻ്റെയോ ഭാഗമായിട്ട് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ സാധിക്കുന്ന തലത്തിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാം. ചിലപ്പോൾ അത് കൂടുതലായാൽ അത് അപകടാവസ്ഥയിലേക്ക് ചെല്ലുന്നത് കാണാം. വയലൻ്റായി ഒരാളോട് വെറുതെ തർക്കമുണ്ടായി അവസാനം അവർ വെട്ടും കുത്തിലേക്കൊക്കെ ചെല്ലുന്നതും ഈ മെയിൻ ചക്ര ഓവർ ആക്ടിവേറ്റഡ് ആയി ആ വാക്കുകൾ കൊണ്ട് പ്രൊവോക്ഡായി അത് ഒരാളുടെ നാശത്തിലേക്ക് അല്ലെങ്കിൽ രണ്ടുപേരുടെയും നാശത്തിലേക്ക് അത് വഴിതെളിക്കുന്നത് പാരാനോർമലായിട്ട് വർക്ക് ചെയ്യുന്ന ഈ മെയിൻ ചക്രയുടെ സ്വഭാവമാണ് നമുക്ക് തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് അതിനെ റെഗുലേറ്റ് ചെയ്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അതിനെ ബാലൻസ് ചെയ്ത് നിർത്തേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇനി അടുത്തതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം. നമസ്തേ.